ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലല്ലേ. ഹത്താ തസ്തഇനിസൂ, വേറെ ആയത്തിൽ ഹത്താ തസ്തഇദിനു, രണ്ട് വ്യത്യാസമുണ്ട്. ഇസ്തിനാസ്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമുണ്ട് എന്ന് ഉറപ്പില്ലാതെ ചെല്ലരുത്. എങ്ങനെ? അവർക്ക് ചില ആൾക്കാരുണ്ടാവും അങ്ങനെ, പോയി കിട്ടിയ തിരക്കേടില്ല എന്ന് ആലോചിക്കുന്നുണ്ടാവും പെരക്കാര്, ഇയാളറ്റ് പോകില്ല. അത് മനുഷ്യന്മാർക്ക് കോമൺ സെൻസ് വേണമെന്ന് അതിന് പറയാം. ഒരു കോമൺ സെൻസ് ഉണ്ടായാൽ മനസ്സിലാവും അവർക്ക് ഞാൻ ഇരിക്കുന്നത് ഇഷ്ടമുണ്ടോ ഇല്ലേ. നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ, ഇവിടെ ഈ ആയത്തിന്റെ ഉദ്ദേശം ഹത്താ തസ്തഇദിനു, സമ്മതം ചോദിക്കുന്നവരെ എന്ന് തന്നെയാണ്. പക്ഷെ അതിന്റെ ഉള്ളിലൂടെ ഒരാശയമുണ്ട്. നിങ്ങളുടെ വരവ് അവർക്ക് ഇഷ്ടമാണെന്ന് ബോധിക്കുന്നതുവരെ. എങ്ങനെ ഇഷ്ടം? അള്ളാന്റെ വഴിയിലേക്ക്. അവിടെ പ്രേമുണ്ട്, ഞാൻ ചെല്ലുനോക്ക് വല്ലാത്ത ഇഷ്ടം. ആ ഇഷ്ടല്ലേ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ഇത് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരെ, വീട്ടുകാർക്ക് നിങ്ങളോട് വെറുപ്പില്ലെന്ന് ബോധിക്കുന്നവരെ സമ്മതം ചോദിക്കാതെ കയറി വരരുത്. വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ റോഡിലൂടെ നടന്നു പോകുമ്പോ വീടിന്റെ വാതിലിലൂടെ, ഗേറ്റിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് നോക്കരുതെന്ന് പറഞ്ഞ മതമാണ് അള്ളാഹുവിന്റെ ദീൻ. പിന്നെണ്ടോ കാറിന്റെ ഉള്ളിലേക്ക് നോക്കുക, അത് ആരാ പോണത്, ഓളാണോ ഓനാണോ ഡ്രൈവ് ചെയ്ത്, നീ അതൊന്നും നോക്കണ്ട. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഹത്താ തസ്തഇനിസു, സമ്മതം ചോദിക്കാതെ കയറി ചെല്ലല്ല. ആരുടെ അടുത്ത്? ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ അസ്തഇദിനു അലാ ഉമ്മി, എന്റെ ഉമ്മയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കണോ നബിയേ? പറഞ്ഞു നഅം. എന്നാ വാതിൽക്ക് ഉമ്മ വരട്ടെ എന്ന് ഉമ്മയെ അറിയിക്കാതെ, വാതിൽക്കൽ മുട്ടാതെ, വാപ്പയുടെയോ ഉമ്മയുടെയോ റൂമിലേക്ക്, കല്യാണം കഴിഞ്ഞ ജ്യേഷ്ഠന്റെ റൂമിലേക്ക്, പ്രായപൂർത്തിയെത്തിയ അനിയന്റെ റൂമിലേക്ക്, പ്രായപൂർത്തിയെത്തിയ പെങ്ങളുടെ റൂമിലേക്ക് പോകാൻ സമ്മതം ചോദിക്കാതെ കടന്നു പോകാൻ പാടില്ല. വീട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന നിയമമാണത്. പിന്നല്ലേ പുറത്തുനിന്ന് വരുന്നവൻ വല്യസ്തഇദിൻകുമുല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻ അത്ഫാലികും, അല്ലേ, ലം യബ്ലുഗുൽ ഹുൽമ മിൻകും, പ്രായപൂർത്തി ആയിട്ടില്ലാത്ത കൊച്ചുമക്കൾക്ക് പോലും പഠിപ്പിച്ചു കൊടുക്കണേ. സലാസു ഔറാത്തിൻ ലക്കും, 3 സമയത്ത് 3 വയസ്സുള്ള കുട്ടി പോലും സമ്മതം ചോദിക്കണം, വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറാണിത് പഠിപ്പിച്ചത്. എപ്പോ? സുബ്ഹിക്ക് സമയം, നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം. 2 വഹീന തളഊന സിയാബകും മിനൽ മുഹീറ, ഉച്ചയ്ക്ക് നിങ്ങൾ വസ്ത്രമൊക്കെ ഒന്ന് മാറ്റിവെച്ച് വിശ്രമിക്കാൻ കിടക്കുന്ന ഉച്ചമയക്കത്തിന്റെ നേരത്ത് നിങ്ങളുടെ റൂമിലേക്ക് കയറി വരണമെങ്കിൽ കൊച്ചുകുട്ടിയോട് പഠിപ്പിച്ചു കൊടുക്കണം. വാതിൽക്ക് മുട്ടിയിട്ട് കടന്നു വരാവൂ. ലോക്കിടാൻ പറ്റാത്ത റൂമാണെങ്കിൽ, ലോക്കില്ലെങ്കിൽ പോലും സമ്മതം ചോദിക്കണം, വാതിൽക്ക് മുട്ടി അറിയിക്കണം. പിന്നെ പറഞ്ഞു വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരത്തിന്റെ ശേഷം കടന്നുറങ്ങുന്ന സമയമാണ്. ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ ചെല്ലുന്ന നേരത്ത് കൊച്ചുമക്കൾ പോലും സമ്മതം ചോദിക്കാതെ വരരുത്. ആര്? പ്രായപൂർത്തിയായിട്ടില്ലാത്ത മക്കൾ. പ്രായപൂർത്തിയായവർ എപ്പോഴും ചോദിച്ചിട്ടേ, സമ്മതം ചോദിച്ചിട്ടേ വരാവൂ. അള്ളാഹുന്റെ കല, ഇതൊക്കെ ആരാ പാലിക്കണം? ഓട് കയറി ചെന്നു ബിസ്മിൻ ചൊല്ലി കയറിയിട്ടും അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. വന്ന ആൾക്ക് വീടിന്റെ ഉള്ളിൽ കാണാൻ പറ്റാത്ത പെണ്ണുങ്ങൾ അവിടെ ഇല്ലേ? ജോലിക്ക് വന്ന ആളായിക്കോട്ടെ, നീ പ്ലംബിങ്ങിന്റെയോ വയറിങ്ങിന്റെയോ ജോലി എടുക്കുന്ന ആളായിക്കോട്ടെ, അന്യ പെണ്ണുങ്ങൾ കിടക്കുന്ന റൂമിലേക്ക്, അടുക്കളയിലേക്ക് നിനക്ക് ചെല്ലാൻ പറ്റുമോ? ഹറാമല്ലേ നിന്റെ ആ ജോലി നീ അങ്ങനെ ചെയ്യുന്ന പക്ഷം? സമ്മതം ചോദിക്കാതെ കയറി ചെല്ലത് എന്തിനാണെന്നറിയോ? തലമറക്കാത്ത പെണ്ണുങ്ങളുണ്ടെങ്കിൽ തലമറക്കാനും, വസ്ത്രം മാറാനുള്ളവർക്ക് വസ്ത്രം മാറാനും, ഒരു മനുഷ്യന്റെ ഔറത്ത് മറ്റൊരാൾ കടന്നു പോകുന്ന അവസ്ഥ വരരുത്. അച്ചടക്കം വീടിന്റെ ഉള്ളിൽ വേണം. അതുകൊണ്ട് സമ്മതം ചോദിച്ച്, വീട്ടുകാര് സമ്മതം തന്നാലല്ലാതെ റൂമിലേക്കുള്ള ഓട്ടം വേണ്ട. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങ് വീടെന്ന് പറഞ്ഞ സ്വകാര്യതകളാണ്. അതുകൊണ്ട് ഒരാളുടെ ഇമെയിൽ ഹൈജാക്ക് ചെയ്യരുതെന്ന് പറയാൻ കാരണം, ഒരാളുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ അറ്റാക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ അതിൽ കയറിയിട്ട് എന്തെങ്കിലും അതിനെ ഫ്രോഡായി ഉപയോഗിക്കരുത്. ഒരു മനുഷ്യന്റെ സ്വകാര്യതകളാണ്. സ്വകാര്യതകൾ ഒരു മനുഷ്യന്റെ പെർമിഷനില്ലാതെ കടക്കാൻ പാടില്ല. ഇന്നാകെ സ്വകാര്യതകൾ മുറിച്ചു കടക്കുന്ന കാലമാണ്. ഒരു മനുഷ്യന്റെ ഐബ നോക്കി നടക്കുന്നത്. എത്ര നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടാവും, എന്നാലൊരു കുഴപ്പം പറഞ്ഞിട്ടില്ലല്ലോ, അതിലാ സങ്കടം. ഒരു കുഴപ്പം കിട്ടാൻ നമ്മൾ ആലോചിച്ച് നടക്കുന്നത്. എത്രയോ നന്മ ചെയ്യുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അതങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഇന്ന് മുസ്ലിമീങ്ങൾ ചെയ്തുകൂടാ. അബൂജഹലിന്റെ മാന്യതയെങ്കിലും മുസ്ലിമീങ്ങൾക്ക് വേണമെന്നാ പറയാം. അബൂജഹലിന്റെ മാന്യത,
അബൂജഹലിന് മാന്യത ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക അല്ലെ? അബൂജഹൽ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹം കണ്ട ഫിർഔനാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അംറു ഇബ്നു ഹിഷാം. അബൂജഹല് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശത്രു. അയാളുടെ മാന്യത മിനിമം അത്രയെങ്കിലും നമ്മൾ മുസ്ലിമുകൾക്ക് വേണമെന്ന്. നോൺ മുസ്ലിങ്ങളൊന്നും കേൾക്കേണ്ടതൊന്നും ഈ പറയണത്. നമ്മളെ തന്നെ പല്ലുകുത്തി വണക്കാണ് ഇപ്പതേ. പക്ഷെ നമ്മൾ തെറ്റമ്മൾ തിരുത്തണ്ടേ? നമ്മളൊക്കെ മലക്കളന്ന് വെച്ച് നടക്കുക. തെറ്റുണ്ടാവും, തെറ്റ് തിരുത്തണം. സംഘടനകൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കമ്മിറ്റിക്കും ഒക്കെ തെറ്റ് പറ്റിയേക്കും. തെറ്റ് തിരുത്താനുള്ളതല്ലേ? അല്ലെങ്കിൽ മലക്കളെ പിടിച്ചാക്കൂല കമ്മിറ്റിക്കാരാക്കിയിട്ട് തെറ്റ് ചെയ്യാത്തവരെ. നല്ലതല്ല. നമ്മൾ തെറ്റ് തിരുത്തണം, മനസ്സിലാക്കണം, പ്രക്ഷാദിപ്പിക്കണം. അബൂജഹലിന് ഒരു മാന്യത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനെ വധിക്കണം എന്ന ആ മിഷന് നേതൃത്വം കൊടുത്ത ആളാ അബൂജഹൽ. 7 ചെറുപ്പക്കാരെ നിർത്തിയില്ലേ റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ ചുറ്റും? ഹിജ്റ പോകുന്ന നേരത്ത് നബി തങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ നബി തങ്ങളെ ചാടി കൊല്ലണം. ഇതാണ് ആ കഥ. ഞാൻ അതിലേക്കല്ല പോകുന്നത്. നബി തങ്ങളെ രക്ഷപ്പെട്ടു. സൂറത്ത് യാസീൻ ഓതി ആളുകളുടെ മുമ്പിലേക്ക് മണലെറിഞ്ഞു. ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവർക്ക് കണ്ണ് കണ്ടില്ല. കണ്ണൊക്കെ തിരുമ്മണ നേരത്ത് നബി തങ്ങൾ കൂളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാഹനം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. വാഹനത്തിൽ കയറിപ്പോയി. മക്കയിൽ പ്രശ്നമായില്ലേ? അബൂജഹലിന്റെ പിന്നാലെ കൂടിയില്ലേ മനുഷ്യന്മാർ മുഴുവനും? അബൂജഹൽ, നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദി. മുഹമ്മദ് നബി രക്ഷപ്പെടാൻ കാരണം നിങ്ങളാണ്. എന്ത്? നമ്മൾ ചെറുപ്പക്കാരെ നിർത്തിയില്ലേ? അവർക്ക് ചെയ്യാൻ പറ്റേ? എല്ലാ അനുയായികളും മദീനയിലേക്ക് പോയി കഴിഞ്ഞതിന്റെ ശേഷം അലി എന്നവരും സിദ്ദീഖ് എന്നവരും മുഹമ്മദ് റസൂലുള്ളാഹി ഇവരല്ലാതെ മറ്റാരും മക്കയിൽ ബാക്കിയില്ലല്ലോ. നമ്മൾ മക്കക്കാരായിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ട് ഈ 3 പേരെ നമുക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നാണെന്നല്ലേ ഇതിനർത്ഥം? അബൂജഹൽ പിന്നെയും പറഞ്ഞു, മുഹമ്മദ് നബി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഉണരുന്നവരെ കാത്തിരുന്ന് കിട്ടിയില്ലല്ലോ. അബൂജഹൽ, ഉണരുന്നവരെ കാത്തിരിക്കാണോ വേണ്ടിയിരുന്നത്? ആ വീട്ടിലേക്ക് രാത്രിക്ക് രാത്രി ഇരച്ചു കയറി ചെന്ന് മുഹമ്മദ് നബി ഞങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് തലവരണ്ടായിരുന്നോ? നിങ്ങൾ അത് ചെയ്തില്ലല്ലോ. ഉണരാൻ വരെ കാത്തിരുന്നല്ലേ? എന്റെ വീടിന്റെ ഉള്ളിൽ കയറി പിടിച്ചുകൊണ്ടുവന്നൂടായിരുന്നോ? ആര് ചോദിച്ചു? ശത്രുക്കൾ. അന്നേരത്ത് അബൂജഹൽ കൊടുത്തൊരു മറുപടി ഉണ്ട്. ചരിത്രം പഠിക്കുമോ മനസ്സിലാവത്. അബൂജഹൽ എന്താ പറഞ്ഞെന്നറിയോ? അറബ്, എന്നിട്ട് വേണം അറബികൾ എന്നെപ്പറ്റി പറയാൻ. വരും കാലക്കാർ അറബികളുടെ ചരിത്രം പറയുമ്പോ അംറു ഇബ്നു ഹിഷാം മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് കയറിയ ആ ഒരു സംഭവം ഞാൻ നടത്തുന്ന ആളുകളെ അറബികൾ എന്താ എന്നെ പറ്റി പറയാം? അംറു ഇബ്നു ഹിഷാമിൻ ഹുർമത ബൈതി മുഹമ്മദിൻ വറവഅ ബനാതിഹി. എന്നിട്ട് എന്നെപ്പറ്റി ചരിത്രം പറയണമല്ലേ? അബൂജഹൽ മുഹമ്മദ് നബിയുടെ വീടിന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയെന്നും അവിടുത്തെ പെൺകുട്ടികളെ പേടിപ്പിച്ചുവെന്നും എന്നെപ്പറ്റി ആളുകൾ ചീത്ത പറയാൻ വേണ്ടിയോ? ഞാനത് ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. അബൂജഹലായി പറഞ്ഞത്. ഒരു മനുഷ്യന്റെ വീടിന്റെ സ്വകാര്യത ഞാൻ പിച്ചു ചീന്തി. ഹത്തക അംറു ഇബ്നു ഹിഷാമിൻ ഹുർമത ബൈതി മുഹമ്മദിൻ സ്വല്ലല്ലാഹു. നബി തങ്ങളുടെ വീടിന്റെ ഹുർമത്ത് ഞാൻ അങ്ങ് നശിപ്പിച്ച് വറവഅ ബനാതിഹി, നബിയുടെ പെൺമക്കളൊക്കെ പേടിപ്പിച്ചു എന്ന് ഞാൻ പറയണല്ലേ എന്നെപ്പറ്റി ആളുകൾ. ഞാനത് ചെയ്യൂല. അംറു ഇബ്നു ഹിഷാമിന് മാന്യത ഉണ്ട്. ഈ മാന്യത നമ്മൾ ചില ആൾക്കാർക്ക് ഇല്ലാത്തത്.